ഒരാൾ ഇട്ട് തുടങ്ങിയാൽ പിന്നെ 2 ദിവസത്തേക്ക് നിർത്തൂല. ഞാൻ ആലോചിച്ചത് ഒരു മോളില്ലെങ്കിലും 10 മക്കളുണ്ടെങ്കിലും ഇവളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും അവളുടെ അടുത്ത് ഇത്രാമത്തെ സമയത്ത് ഇന്ന കണ്ണിൽ നിന്ന് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അത് വരും സാധനമുണ്ട്. സീരിയസ്ലി ഇമോഷൻസ് ഞാൻ തോറ്റു. എടി ചങ്ങനാശ്ശേരിക്കാരൻ ഡാഷിന്റെ മോള് പറ. അല്ല അത് വെറുതെ കളിക്കല്ലേട്ടാ, എന്നെ വിശ്വാസമില്ലേട്ടാ. ഈ സാഹചര്യത്തിൽ വിശ്വാസക്കുറവ് അല്ല അവിടെ നോക്കിയതാണ്. നിങ്ങളെ രണ്ടുപേരെയൊക്കെ വിശ്വാസമില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു വേറൊരു വീടാണെന്നുള്ളൊരു ഫീൽ അടിക്കില്ല. അപ്പം ചെറിയ മറ്റേ ഒറ്റപ്പെടൽ സീൻ അങ്ങനെയൊക്കെ അടിക്കാറുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊക്കെ പോയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതും രണ്ട് ടൈപ്പാ. ഒന്നാമത് എന്റെ വീട്ടില് പോയാൽ മറ്റേ ഫുൾ ചില്ല, ഇവിടെ വന്നാ കുറച്ച് മെച്ചൂർഡായ ആൾക്കാരാണ്. അതിനിടയിൽ ഞാൻ മാത്രം കുഞ്ഞായിപ്പോയി. അനിയൻ വരെ ഭയങ്കര മെച്ചൂർഡാ. ഞാനാ ഏറ്റവും ഇളയത് അവിടെ. ഇപ്പൊ പ്രായം കൊണ്ട് മൂത്തതാണെങ്കിൽ അവൻ ഇവിടെ നോക്കുക. എവിടെയെങ്കിലും പോകുമ്പോ അവനെന്റെ ഏട്ടനാണ്, ഞാൻ അവന്റെ കൈ പിടിച്ച് നടക്കുക. ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് അതിനു മുന്നേ അച്ഛനും അമ്മയും എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു പരിചയപ്പെട്ടൊക്കെയുണ്ട്. പക്ഷെ എന്നാലും വേറൊരു വീട്ടിൽ വരുമ്പോൾ എത്ര പരിചയം ഉണ്ടെന്ന് പറഞ്ഞാലും ചെന്ന് കയറും നമ്മുടെ വീട് പോലെ ആവില്ല എന്നുള്ളൊരു ടൈം എടുക്കും അഡ്ജസ്റ്റ് ആവാൻ. ആ സമയത്ത് എനിക്ക് ഭയങ്കര സംസാരിക്കാൻ പേടിയായിരുന്നു. ഇവരെല്ലാരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. ഒരാൾ ഇട്ട് തുടങ്ങിയാൽ പിന്നെ 2 ദിവസത്തേക്ക് നിർത്തൂല. 2 ദിവസത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവിടെ സംസാരിക്കാണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കും. എല്ലാരും ഒരാള് വായ തുറന്ന അടിച്ച് താത്തളയോ ഞാൻ മിണ്ടാണ്ടിരിക്കും. വെറുതെ ഞാനായിട്ട് പറയും ചോദിച്ചു മേടിക്കണ്ട. മിണ്ടാതിരുന്നാലും കിട്ടുമെന്ന് മനസ്സിലായോണ്ട് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കും. ഇപ്പൊ വൈബായി സെറ്റ് ജെല്ലായി. ഞാൻ ഇല്ലെങ്കിൽ ആ വീട് ഉറങ്ങും. വന്നിട്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയിട്ട് 2 ദിവസമായുള്ളൂ. എന്നെ വിളിച്ചില്ല. ഇവിടെ വിളിക്കും, അച്ഛൻ വിളിക്കും, അമ്മ വിളിക്കും, രാത്രി വിളിച്ച് ചോദിക്കും എന്താ അവസ്ഥ ചോദിക്കും. അതങ്ങനെയാണ് മോളായി. ഓപ്ഷൻ പ്രൊമോഷൻ കിട്ടി മോളായിട്ട്. അപ്പം അച്ഛനും അമ്മയും സ്വന്തം അച്ഛനമ്മയും വിളിക്കുമ്പോഴത്തേക്കും അവിടെയും പോയി നിൽക്കണം എന്നുള്ള ഇത് വരില്ലേ? ആ മിസ്സിങ്ങും ഇപ്പൊ ഈ മിസ്സിങ്ങും അത് രണ്ടും കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്തല്ലേ പറ്റും, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കല്യാണത്തിന് മുന്നേ തീരുമാനിച്ചു ബാലൻസിങ് കുറച്ച് ടാസ്ക് ആയിരുന്നു. 2 ഫാമിലി നമ്മൾ സംസാരിച്ചു തരാം. രണ്ടും ഭയങ്കര ഡിപ്പെൻഡാണ്. എന്റെ വീട്ടിലാണെങ്കിൽ ഞാനായാലും ഇവളുടെ വീട്ടിലാണെങ്കിൽ ഇവളാണെങ്കിലും ഭയങ്കര ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതുകൊണ്ട് ഇവൾ പെട്ടെന്ന് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മക്കും അച്ഛനും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തു. ഇപ്പൊ ഒറ്റ മോളായതുകൊണ്ട് കുറെ ആൾ എന്നോട് പറഞ്ഞു ഒരു മോളായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവിടുത്തെ എല്ലാ കാര്യത്തിനും പോകേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ടി വരും. ഈ ഒരു സാധനം ഉണ്ടായി. ഞാൻ ആലോചിച്ചത് ഇപ്പൊ ഒരു മോളില്ലെങ്കിലും 10 മക്കളുണ്ടെങ്കിലും ഇവളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ ഞാൻ അവിടത്തേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമില്ല. അതൊരു ഡ്യൂട്ടി അല്ല, ഉത്തരവാദിത്തം ഞങ്ങളുടേത്. അത് നമ്മളെ എങ്ങനെ നോക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തം. അത്രേ ഉള്ളൂ. അപർണ ഒറ്റമോളായിരുന്നു. അപ്പം രാഹുലിന്റെ വീട്ടിൽ പോയപ്പോ ഒരു അനിയനുണ്ട്. അപ്പം അതെങ്ങനെയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? അനിയൻ ഇപ്പൊ എന്റെ അനിയനാണ്. ഭീകരമായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ചില വീടുകളിൽ ഹസ്ബൻഡിന് മാറ്റി വെച്ച് കൊടുക്കും, കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കൊടുക്കും, വീട്ടിലുള്ളവർ കൊടുക്കാറുണ്ട്. എന്റെ പ്ലേറ്റിൽ എടുക്കും, എന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് അനിയൻ തപ്പു അവന്റെ പ്ലേറ്റ് കൊണ്ടുപോകും. അവൻ അത്യാവശ്യം നല്ല ഫുഡ് ചെയ്യാം. അപ്പൊ ഇവര് 2 പേരും അറിയും. എനിക്ക് 2 മക്കളാ. ആദ്യം മുന്നേ എന്ന് പറഞ്ഞാൽ ഞാനും അവനൊരു 5.5 വയസ്സിന്റെ വ്യത്യാസം. ചെറുപ്പത്തില് ഞാൻ എന്റെ മോനെ പോലെ ഞാൻ അവനെ കൊണ്ടുവന്നത്. ഇപ്പൊ ഇവള് വന്ന സമയത്ത് ഭാര്യ എന്നറിയുമ്പോൾ കൂടി എനിക്ക് 2 മക്കളായി. 2 കുരുത്തക്കേട് കളിക്കുന്നുണ്ടാവും. 2 വഴക്ക് പറയണം. നിങ്ങൾ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പ് ആണോ? അനിയനും 2 വയസ്സ് വ്യത്യാസം. അപർണ അഭിനയിക്കുന്നതില് ഈ പറഞ്ഞ പോലെ കിടിലം അല്ലെങ്കിൽ ഇവക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് തോന്നുന്ന എന്തെങ്കിലും പ്രത്യേക ഇതുണ്ടോ? ഒന്ന് നമ്മൾ അത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു റീസൺ ഉണ്ട്. പക്ഷെ ചെയ്തെടുത്തോളം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണലി ചെയ്യാൻ പറ്റുന്ന അവൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് മറ്റു പലർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ കണ്ടിട്ടില്ല. ഈ എന്തെങ്കിലും ടെമ്പററി ഗ്ലിസറിനോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കാര്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അടുത്ത് ഇത്രാമത്തെ സമയത്ത് ഇന്ന കണ്ണിൽ നിന്ന് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അത് വരും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. സീരിയസ്ലി ഇമോഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക്. അങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു സീരിയലില് ഭയങ്കര ജെന്യുവനായ നാടൻ പെൺകുട്ടി ക്യാരക്ടേഴ്സ് ഒക്കെ, അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് സൂട്ടബിൾ ആയിട്ടൊരു സാധനം. സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എന്നെ വിളിച്ചാൽ ഞാൻ പോകും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസ് എവിടെയായാലും ചെയ്യും എന്നുള്ള സ്കീമാണ്. ഈ വ്ളോഗിങ് പരിപാടിയില്ലേ, എന്താ കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ചെയ്തു, പിന്നെ ബർത്ത്ഡേയുടെ ചെയ്തു,
വ്ളോഗിംഗ് അല്ല, വീഡിയോ. വ്ളോഗിംഗ് ആയിട്ടും എന്തോ ഷോപ്പിംഗിന്റെ എന്തോ ഒരു സാധനം, ഇടക്ക് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത് കുറവാണ്. തോന്നിയിട്ടുണ്ട്, വല്ലാണ്ട് തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ചാനലുണ്ട്, ഓൾറെഡി യൂട്യൂബ് ചാനലുണ്ട്. മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നെ പൊട്ടിച്ചു, ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് രണ്ടാമതും തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ കല്യാണത്തിന്റെ കുറച്ച് മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ എനിക്ക് വ്ളോഗിങ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നല്ലാണ്ട് തുടങ്ങാൻ പറ്റില്ല, ഒരു പുഷ് കിട്ടുന്നില്ല. അത് കൂടാണ്ട് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഓവറായി റെസ്പോൺസിബിൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മളൊരു ബ്ലോഗ് ചെയ്യാൻ വെച്ചു, കാരണം ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ലോറിയും വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പകുതി വരെ എല്ലാ വീഡിയോസും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ടെൻഷൻ വന്നപ്പോ പിന്നെ ടെൻഷനായി. ഞാൻ തന്നെ കസാരി സാധനങ്ങളിൽ എടുത്തു നോക്കാൻ പോയ സമയത്ത് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പൊ പിന്നെ മൊത്തം ഒരാൾ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എടി ചങ്ങനാശ്ശേരിക്കാരൻ ഡാഷിന്റെ മോളിൽ പിന്നെ ക്വസ്റ്റ്യൻ പറയട്ടെ, ഞാൻ ചൈൽഡ് മേക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. ഡാഷിന്റെ മോളിൽ പറയുന്നില്ല, നിങ്ങളല്ലേ ഫസ്റ്റ് ചേക്ക് ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മുകളിൽ ചന്ദ്രിക. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഓണത്തിന് ഡാഷിന്റെ കൈ അറുത്തപ്പോൾ കട്ട ചോരയാണ് മുഖത്ത് തെറിച്ചത്. അത്രയ്ക്ക് വരില്ലല്ലോ ഒരു പീറാടിൽ. എന്ത് കുഞ്ഞപ്പനായിരുന്നു പറ. അത് വെറുതെ കളിക്കല്ലേട്ടാ, എന്തോ കുഞ്ഞപ്പനാണ്. കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈപ്പുഴ കുഞ്ഞപ്പൻ. കറക്റ്റ്. അപർണ എന്നോട് പറഞ്ഞു, അപർണയ്ക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പൊ നമുക്കൊരു ഫിസിക്കൽ ടാക്സ് ഒന്നുകൂടെ. ഫിസിക്കൽ ടാസ്ക്, പക്ഷെ ശക്തിയല്ല, ബുദ്ധിയാണ് ഇവിടെ കാണിക്കേണ്ടതെന്നുള്ള ഒരു ഫിസിക്കൽ ടാസ്കിന് ബുദ്ധിയാണ്. ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ട് കേട്ടോ. ഉണ്ട്, പക്ഷെ അത് ഫിസിക്കൽ ടാസ്ക് എന്നല്ലതിനും പറയാം. അങ്ങനെ പറയും. ഓക്കെ, ഇതൊരു ഗെയിമാണ്. അതെ. ഈ ഗെയിം എന്താണ്, നമ്മുടെ ഒരു 2 ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണ് നമ്മൾ കെട്ടും. നമുക്കൊരു ബ്ലൈൻഡ് ഫോൾഡ്സ് സാധനങ്ങളുണ്ട്. കണ്ണ് കെട്ടിയിട്ട് ഗ്ലാസ്സിൽ പിടിക്കാതെ ഈ സാധനം ആ കറക്റ്റ് മാർക്കിൽ ഒഴിക്കണം. ഗ്ലാസ്സിൽ പിടിക്കാണ്ട്. അപ്പൊ ആദ്യം ഓരോരുത്തരായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ രാഹുൽ ചെയ്യുന്ന സമയത്ത് ഞാനും അവരുടെയും കൂടെ രാഹുലിന് ചിലപ്പോ ഡീവിയേറ്റ് ചെയ്യും. അതായത് ആയി എന്ന് പറയും, ചിലപ്പോ ആയില്ല എന്ന് പറയും. ചിലപ്പോ സത്യമായിരിക്കും, ഈ സാഹചര്യത്തിൽ ചിലപ്പോ സത്യമായിരിക്കാം, ചിലപ്പോ കള്ളമായിരിക്കാം. ചിലപ്പോ ആ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പറയാം, പക്ഷെ അത് കള്ളായിരിക്കും. ചിന്തിച്ച് കളിക്കണം. അതാണ് ഞാൻ പറയാം, ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഫിസിക്കൽ ടാസ്ക്. ഇപ്പൊ കണക്ട് ആയില്ലേ? നിങ്ങൾ എങ്ങനെ കള ഞാൻ ബുദ്ധി ഉപയോഗിക്കും? അത് ഉപയോഗിക്കണം, അതാണ് ബുദ്ധി. ഓക്കെ, പിടിക്കും. 2 സീമാ വീട്ടിൽ കൊണ്ടുവന്നു എടുത്തോ കൊടുക്കണം കേട്ടോ. പ്രോഗ്രാം ആദ്യം ലേഡീസ് ഫസ്റ്റ്. മഞ്ഞ മതി എനിക്ക്. മഞ്ഞൊന്നുമില്ല ഇതിന്റെ മഞ്ഞ. അയ്യോ ഭഗവാനെ, കുറച്ച് പൊക്കി ഇല്ല. കൈ പിടിച്ചോ, കൈ പിടിക്കാം. ഇത് ഓക്കെ, തുറക്കണം. ഗ്ലാസ് എവിടെ ഇരിക്കണേ? ഗ്ലാസ് ഇവിടെ. ഗ്ലാസ്സിൽ മുട്ടിക്കാവോ? ഗ്ലാസ് ഞാൻ പിടിച്ചു തരാം. അപ്പൊ അവർക്ക് ഇത് ഒഴിക്കുന്ന സ്ഥലം മനസ്സിലാവണ്ടേ? ഇതുകൊണ്ടാണ് പറഞ്ഞ ഗ്ലാസ് പിടിക്കണം. പിടിച്ചോ ഗ്ലാസ് പിടിച്ചോ. ഓക്കെ, ഗ്ലാസിന്റെ അറ്റത്തെ. ഓക്കെ, 3, 2, 1 ഗോ. അയ്യോ, ഇവിടെ ഒരു സാധനം വെച്ചായിരുന്നു. കുടിക്കല്ലേട്ടാ, മറിക്കല കണ്ണും പൊത്തിട്ട് ഒഴിക്കാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കുടിക്കല്ലേ ഇത്. കൈ മാർക്കിൽ കൈ ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിനറ്റോടെ ഇതിലറ്റോ ഈശ്വരാ പറയുമ്പോ വീഴല്ലേ? അവനായിട്ടോ.
കുറച്ചുകൂടെ മതിയേ, കുറച്ചുകൂടെ വെറുതെ കുറച്ചുകൂടെ പറ്റിക്കാൻ പറയാ. കുറച്ചുകൂടെ. ഇല്ല ഇല്ല ഇല്ല, കുറച്ചുകൂടെ ഒഴിക്കണം. ആരായിരിക്കും പറ്റിക്കുന്നേ? തൊട്ടോക്കാവോ? ഞാൻ അങ്ങനെ പറ്റിക്കോ? കുറച്ചുകൂടെ ഒഴിച്ചാലേ- ഇല്ല, ഇല്ല, കുറച്ചുകൂടെ. തൊട്ടോക്കാൻ പാടില്ല. കുറച്ചുകൂടെ ഒഴിച്ചാലേ ആവുള്ളൂ. ഇതെന്താ തൊട്ട് വേണ്ടി തെറിപ്പിക്കുന്ന പരിപാടി അല്ലേ ഇത്? കുറച്ചുകൂടെ ഒഴിക്കണം, കുറച്ചുകൂടെ. വെള്ളത്തള്ളല്ലോ. അതാ പറഞ്ഞ കുറച്ചുകൂടെ ഒഴിക്കണം. ഞാൻ വയ്ക്കാനുള്ള കുറച്ചുകൂടെ ഒഴിച്ചാലേ എത്തുള്ളൂ. സമ്മാനം ഉണ്ട് കേട്ടോ, അത് വേണ്ടാന്ന് വെക്കല്ലോ വെറുതെ. തുറക്കട്ടെ. കറക്റ്റ് അല്ല കേട്ടാ, ഒരു പോയിന്റ് മേളില. അത് അവിടെ ചെരിഞ്ഞിരിക്കണോ ഈ സൈഡ്? അല്ലല്ല, കറക്റ്റ് അതിന്റെ താഴെ ഇങ്ങനെ എത്തണം അല്ലേ? അങ്ങനെ ഒന്നുമില്ല. അല്ലല്ല, ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് അടുത്ത ഗ്ലാസ് കുപ്പി നമുക്ക് രാഹുലിന് കൊടുക്കാം. പണ്ണം തോയി. ഇത് ഉറങ്ങാൻ സുഖമുള്ള എന്റെ ദൈവം. എന്നെ കാണുന്നുണ്ടോ കേട്ടോ? ആ രണ്ടാഴ്ച അപ്പൊ കണ്ണി കുത്തിയാരെ. ഇത് എന്തെങ്കിലും എവിടെയെങ്കിലും അതെടുത്ത് കൊടുക്ക അങ്ങോട്ട്. ഞാൻ ഒറ്റക്കെടുത്താ മതി. ഓക്കെ, 3, 2, 1 ഗോ. ടൈമർ വെക്കണം ശരിക്കും. വെറുതെ ഒരു ഗുമ്മിൻ. അറ്റത്തെ പിടിക്കാൻ പാടില്ലേ. എന്താ വിറയ്ക്കുന്ന? നല്ല സുഖം. ഇത്ര സ്പീഡിൽ ഒഴിക്കല്ലേ, പെട്ടെന്ന് ഇറങ്ങി. പത വരുന്നില്ലതോ? പത വരുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കുറച്ചും കൂടെ വെച്ചാ മതി. ഇപ്പൊ ഭയങ്കര സ്പീഡായി. അതാ കുറച്ചുകൂടെ ആയിട്ടില്ല. ഇതൊന്നും ആവുന്നില്ലല്ലോ, ഗ്ലാസിന് അറ്റത്ത് തന്നെ ഇരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് കുറഞ്ഞായിരുന്നു. ഓ എന്താ ആയിട്ടില്ല, ആയിട്ടില്ലാട്ടാ. മതി. മണ്ടനാണോ? അടച്ചു കഴിഞ്ഞാൽ വരെ തുറക്കാൻ പാടില്ലേ? അടച്ചു കഴിഞ്ഞു. ആ, ഇനി കണ്ണുറന്ന് നോക്കിയേട്ടെ. ആയിട്ടില്ല എന്ന് പറഞ്ഞ ഞങ്ങള് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നീ പഴയ സ്വഭാവം മാറ്റിയില്ലെന്ന് വിചാരിച്ചു. വിജയകരമായ അപർണ ഈ ടാസ്കിൽ ജയിച്ചിരിക്കുന്നു. ആ, ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒഴിക്കണം. നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് ചെയ്താലോ? അത് വേണ്ട, 3 പേരും ഒന്നിച്ചാണ് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കണ്ണുറന്ന് ചെയ്താലോ? മൂന്ന് പേര് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 പേരും ഒന്നിച്ച്. അതെ, 3 പേരും ഒന്നിച്ച്. പോവാ. ഒരു മിനിറ്റ്. നിന്നൊരു വിശ്വാസമൊക്കെ അല്ല, അവിടെ നോക്കിയാൽ രണ്ടുപേരെ എനിക്ക് വിശ്വാസമില്ല. അല്ല, ഓക്കെ അല്ലേ ചോദിച്ചാ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ അടക്കി ക്യാമറ സൈഡിലേക്ക്. ടൈമറായിട്ട് പറയും. തുറക്കാനായോ? അത് എല്ലാത്ത ടൈമർ അറിയിക്കുന്നത്. ആദ്യം ഒഴിച്ചു തീർക്കല്ല, വൃത്തി കൊഴിക്കാണ്ട്. ഇതെല്ലാം ഒന്നിച്ച് സൗണ്ട് മനസ്സിലാവില്ലാട്ടാ. ഇതിനകത്താണ് പോണേ. ആരെങ്കിലും എന്തെങ്കിലും പറയണ. അതെ, അയ്യോ പറയായോ? ഞാൻ നിർത്തി. കൈ തുറക്കട്ടെ? തുറക്കണം പറയണേ. തുറക്കട്ടെ. കഴിഞ്ഞ? അയ്യോ, ഇതിനകത്തുള്ള സാധനം മൊത്തം തീർന്നോ? അത് ഇത് കഴിഞ്ഞ് ഊരാറായാ? തുറക്കട്ടെ? കഴിഞ്ഞാ? ഇതൊരു ടൈപ്പ് കോമ്പറ്റീഷൻ. കളറിൽ ചതിയില്ല, ചെറുതായ ചതി വന്നു. കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അതെ, കുട്ടിക്കൊന്നും കൂടി നോക്കട്ടെ. എനിക്ക് നിങ്ങളെ സംശയം. ഞാൻ ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഊരാറായപ്പോ ഞാൻ നോക്കുമ്പോ ഒരാൾ മാസ്ക് ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാസ്ക് പൊക്കി നോക്കിയില്ല. നോക്കി, ഞാൻ നോക്കിയിട്ടില്ല. 100% പൊക്കി നോക്കിയില്ല. അഴിച്ചു മാറ്റിട്ടേ ഉള്ളൂ. എന്നാ ഞാനും അത് കഴിച്ചായിരുന്നു. അവൾ ആദ്യം അഴിച്ചൊഴിച്ചു, ഇത് അറിഞ്ഞപ്പോ ഞാനും അഴിച്ചൊഴിച്ചു. ഇപ്പൊ ആരാ ശശിയായത്? പക്ഷെ എന്നിട്ട് രണ്ട് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, കറക്റ്റാ. ഈ സൈഡ് കണ്ടോ ഒഴിഞ്ഞിട്ട്? ഞാൻ ജയിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ വിജയകരമായി നമ്മുടെ പക്ഷെ ശരിക്കും ജയിച്ചത് അപർണയാണ്. യെസ്.